ആ വചനം വരുമ്പോൾ സഹനം വരും. പലക്കത്തെ അറിയത്തില്ല. കർത്താവിന് സ്വന്തമാകുന്നവർ കിട്ടുന്നതാണ് ഈ സഹനം. ആ കൃപയാണ്, അവരെ വളർത്തുന്നതിന്റെ ഭാഗമാണ്. നിങ്ങളെല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കണം. ഹല്ലേലൂയ. എന്താ സന്തോഷിക്കുന്നത്? ഭൂമിയിലുള്ള ആർക്കും എന്നെ ഇനി വേണ്ടല്ലോ. അപ്പൊ എന്നെ ആർക്ക് വേണം? കർത്താവിന് മതി. ഹല്ലേലൂയ. നിന്നെ ആർക്ക് വേണ്ടെന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടു. അപ്പൊ പിന്നെ എനിക്ക് ആരുടെ പുറകെ പോകാം? കർത്താവിന് പുറകെ പോകാം. സ്രോതത്തെ പറഞ്ഞ കൈയടിച്ച് കർത്താവ് നന്ദി പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. അപ്പൊ അതിന്റെ വിളിയാണത്. ആളെ ഉയർത്തി, ദൈവം ഉയർത്തി, മഹത്വപ്പെടുത്തി എന്നുള്ള അർത്ഥമാണ്. നിന്നെ ഉപേക്ഷിച്ച് നിന്നെ എന്തിനാ ആളുകൾ നമ്മൾ ലോകത്തെ ഉപേക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഉപേക്ഷിക്കാത്തപ്പം തപ്പരാൻ പറയാം, തിരിച്ചു ചെയ്താക്കാൻ പറയും. ഹല്ലേലൂയ. നമ്മളാണ് ശരിക്കും ആരെ ഉപേക്ഷിക്കേണ്ടത്? ലോകത്തെ മുഴുവൻ ഉപേക്ഷിക്കേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ നമ്മളോട് പല പ്രാവശ്യം കർത്താവ് മര്യാദയ്ക്ക് പറഞ്ഞു, നീ ലോകവും ലോകത്തിന് സുഖങ്ങളും ഉപേക്ഷിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഒരു കാലത്തും ഉപേക്ഷിക്കുക. എന്നാൽ പിന്നെ കർത്താവ് തിരിച്ചു പിടിക്കും. അവരോട് പറയും ഇവനെ അങ്ങ് ഉപേക്ഷിച്ചേക്കാൻ പറയും. ഹല്ലേലൂയ. അങ്ങനെ നമുക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മേലാത്തൊരു വേലിക്കെട്ടിനകത്ത് കർത്താവും കിട്ടും. വേലിക്കെട്ടിലിട്ടിട്ട് കർത്താവ് ആട്ടി തുടങ്ങും. ശുദ്ധീകരിക്കും. അനങ്ങിയാലട്ടിയും. പ്രാർത്ഥിച്ചാൽ ഇരട്ടിയടി. സ്തുതിച്ചാൽ അനക്കല്ലും ഇല്ലട്ടി. ധ്യാനിക്കാൻ പോയാൽ അനക്കല്ലും ഇല്ലട്ടി. ഇതെന്തിനാ കർത്താവ് ഇങ്ങനെ കൃപയിൽ വളർത്തുന്നതിന്റെ ഭാഗം? എന്നിട്ട് പറഞ്ഞു, വചനം കേൾക്കുക, നിന്നെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്. ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോയൊരു വഴിയുണ്ടല്ലോ, ആട്ടിയുടെ പെരുന്നാൾ. പക്ഷെ അവരെ ഉപേക്ഷിക്കുന്നില്ല. എത്ര അടിയടിച്ചാലും ദൈവം അവരെ ഉപേക്ഷിക്കുന്നില്ല. ഹല്ലേലൂയ. ഏറ്റവും വലിയ സന്തോഷം ഈശോയെ സ്വന്തമാക്കിയതിന്റെ സന്തോഷം. ഏറ്റവും വലിയ ആനന്ദം പരിശുദ്ധാത്മാവിനെ അനുഭവിച്ചൊരു സന്തോഷം.